ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ടോ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു. പോക്കല്ലേടേ എന്റെ മോള് മോളെങ്കോ നോക്ക്, അമ്മേനോക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇങ്ങോട്ടാ ഫസ്റ്റ് എന്തൊക്കെയോ മതി പറിക്കുന്നുണ്ട്. ചീട്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുക്കണ്ടേ, അതിന് കാര്യങ്ങളെല്ലാം വാങ്ങി വന്ന് പിന്നെ വന്നിട്ടാണ് ബെല്ലനെയും കൂട്ടി കൂടുതല്. കാരണം പിടിച്ചു നിർത്താൻ ഇങ്ങോട്ട് നോക്കടി. അങ്ങനെ ഞങ്ങൾ പോകുന്ന പരിപാടി. അപ്പത്തേക്ക് വഴി കൂടി ആൾക്കാർ പോകുന്നൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊരു ബഹളാണോ. പ്രായം പക്ഷെ ഭയങ്കര ഹൈറ്റ് കണ്ടില്ല. അത് ഗ്രേഡ് എന്ന് പറഞ്ഞ ഇനമാണ്. അങ്ങനെ ഞാൻ കാറ് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതാ ആൾ ചാടി ഇറങ്ങി എൻ്റെ കൂട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട് മോളുടെ മടിയിൽ കൂടെ കയറി നിന്നിട്ട് ആൾ അങ്ങോട്ട് ചാടാൻ നോക്കി. അപ്പം ഞാൻ ഇപ്പുറം ഭാഗത്തോടി വരുന്ന കണ്ടപ്പോഴത്തേക്ക് വേഗം എന്നാൽ പിന്നെ അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടി ഓടിച്ച് പോകാമെന്നുള്ള ധാരണയിലാന്ന് തോന്നുന്നു. വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അപ്പം ഞാൻ വന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് ആൾ നേരെ ബേക്കിൽ പോയിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ഇവളുടെ ഇതില്ലേ കാലിൽ ചെളിയെല്ലായിട്ട് അതവിടെ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനവിടെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കടിച്ച് വലിക്കുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, എന്നോട് പറഞ്ഞു കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബേക്കിൽ കൂടെ വേണം പോകാൻ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. ബലമായിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ ചങ്ങലയുടെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ ഒരു കയറും കൂടി കെട്ടിയിട്ടുണ്ട്. കാരണം ചങ്ങല കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വേറെ ചങ്ങല ഇടാൻ പറ്റിയല്ല, കയറ് തന്നെ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടൊരു എക്സ്ട്രാ ഒരു കയറും എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് ആളെ കണ്ടപ്പോൾ പാവം തോന്നി. ഇപ്പോൾ സൂചി വെക്കും, സർജറി ചെയ്യും, എത്ര പെയിനായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തടവിയെല്ലാം കൊടുത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഫസ്റ്റ് ഡോസ് കൊടുത്തു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 പ്രാവശ്യം കുത്തി വെച്ചിട്ടാണ് അവൾക്ക് ഒരു ഡോസ് ഇഞ്ചക്ഷൻ അകത്തേക്ക് ചെല്ലാൻ പറ്റും. അത്രയും നമുക്ക് പിടിച്ചാൽ കിട്ടാണ്ട് അങ്ങനത്തെ ഇതായിരുന്നു. പക്ഷേ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളപ്പാടെ പിന്നെ തല കറങ്ങുന്ന പോലെ ആയി പതുക്കെ അവിടെ അനങ്ങാണ്ട് അവിടെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അകത്തേക്ക് പോയ ടൈമിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ച് ബഹളം ഉണ്ടാക്കിയത് ഈ കാണുന്നത്. ഇഞ്ചക്ഷൻ എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കുണ്ടോ കൈയും കാലിലൊക്കെ ആടുന്ന കണ്ടില്ലേ. അനസ്തേഷ്യയുടെ ഇത് പ്രവർത്തിച്ച് തുടങ്ങി. അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അവൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളവിടെ സൈലൻ്റായി അവിടെ കിടന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് വോമിറ്റെല്ലാം ചെയ്തായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പിന്നെ രണ്ടാമത് വന്ന് രണ്ടാമത്തെ ഡോസും കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ചങ്ങല റിമൂവ് ചെയ്ത് പിന്നെ ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ആൾ കിടക്കുന്ന ഇത് എൻ്റെ ജീവിതത്തിൽ ഇവളിങ്ങനെ കളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് ഇവളിങ്ങനെ അനങ്ങാതെ